ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു അക്വേറിയം വാങ്ങിയേക്കാം. പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഈ നമ്മുടെ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഇപ്പം അക്വേറിയം ഒന്നുമില്ല വീട്ടിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടി പോയി ചെറിയ തോട്ടിൽ നിന്നൊക്കെ ചെറിയ മീനെയൊക്കെ പിടിച്ച് കുപ്പിക്കകത്തൊക്കെ ഇട്ട് വളർത്തുമായിരുന്നേ. അപ്പം അതിപ്പോൾ ഒരു അന്ന് മുതലൊരു അക്വേറിയമൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ഇവിടെ സ്കൂളിൽ ലീവ് തുടങ്ങി. അന്നേരം ഇതേപോലെ ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ പിന്നെ ഒരു അക്വേറിയം വാങ്ങാം, കുറച്ച് മീനിനെയൊക്കെ വാങ്ങിയിടാം. ഇവിടെ നേരം പിന്നെ എന്നാ പറയുക, നമുക്കൊരു ടൈം പാസ്സും ആവുമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞങ്ങളൊരു അക്വേറിയമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന ഈ ഒരു ഗാർഡൻ ഷോപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ അക്വേറിയം കടയുള്ളത്. അപ്പം ഞങ്ങൾ മെല്ലെ എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് നീങ്ങുവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ അക്വേറിയം ഷോപ്പിലെ വിശേഷങ്ങളും നമ്മൾ അക്വേറിയം വാങ്ങുന്നതും സെറ്റപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു അവരുടെ ഒരു എക്സ്പേർട്ട് നമുക്ക് അഡ്വൈസ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഗാർഡൻ സെൻറ്ററിൻ്റെ ഉള്ളിലാണ് അക്വേറിയം ഉള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. കുറേ പൂക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഡാലിയാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് അക്വേറിയം ഷോപ്പ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ടാങ്കിൽ കുറേ മീനുകളുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. കുറേ അക്വേറിയങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില കണ്ടോ, 799 പൗണ്ട്, ഏകദേശം 80,000 രൂപ. ഈ മീനുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വില കണ്ടോ സ്ക്രീനിൽ, 10 പൗണ്ട് ഒരെണ്ണത്തിന്. ഇത് 10 പൗണ്ട്, അല്ലെങ്കിൽ 4 എണ്ണത്തിന് 30 പൗണ്ട്. എക്സ്റേ ടെട്ര 3 പൗണ്ട്, അല്ലെങ്കിൽ 6 എണ്ണത്തിന് 15 പൗണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മൊത്തമായിട്ട് കണ്ടു നോക്കാം. ഇത് അക്വേറിയത്തിലിടുന്ന ലൈവ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഈ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ മീൻ അതേ പോയി ഇടിച്ചിട്ട് മീനിൻ്റെ ലൈഫ് കുറഞ്ഞു പോകുന്നു. ചിലരൊക്കെ അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ലൈവ് പ്ലാന്റ്സ് തന്നെയാണ്. ഈ അക്വേറിയത്തിൻ്റെ വില 354 പൗണ്ട്, ഏകദേശം 35,000 രൂപ. ഇത് 68,000 ഒരെണ്ണം. ഇതൊരു മോഡലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വില 1,00,000 ചില്ലറ രൂപയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അക്വേറിയത്തിലിടുന്ന കല്ലുകൾ. ഇവിടെയുണ്ട് കുറേ മീനുകൾ, നമുക്ക് നോക്കാം.
ഇതുകൊണ്ട് ഒരു അക്വേറിയം. ആ ഗ്ലാസിൻ്റെ അതിന് മാത്രം സ്റ്റാൻഡ് ഇല്ലാതെ 189 പൗണ്ടാണ്. ഇത് അക്വേറിയത്തിനകത്തുള്ള ഫിൽറ്ററുകളും എയറേറ്ററുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പം ഇതൊരു എക്സ്ക്ലൂസീവായിട്ട് ഈ മീനുകൾക്ക് വേണ്ടിയുള്ള ഷോപ്പാണ്. മീനിൻ്റെ ഫുഡ്, മീനിന് ആവശ്യമുള്ള മെഡിസിൻസ്, അതുപോലെ തന്നെ അക്വേറിയത്തിലിടുന്ന കല്ലുകൾ, അക്വേറിയത്തിലിടുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടും. അക്വേറിയത്തിലിടുന്ന മരത്തടികൾ വരെ ഇവിടെയുണ്ട്. ഈ ഇരിക്കുന്നൊക്കെ ഫിഷ് ഫുഡും അതിൻ്റെ മെഡിസിനൊക്കെ കേട്ടോ. ഫിഷ് കീപ്പർ, എനിക്ക് തോന്നുന്നു അത് അക്വേറിയത്തിൽ ഇങ്ങനെ നിരത്തുന്ന ഒരു കളറുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ നിരത്തുന്നത്, അതാന്ന് തോന്നുന്നു. അത് തന്നെ. ഇവിടെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഈ പ്ലാന്റ്സ് ഒക്കെ സോഫ്റ്റാണ്, മീനിതേ തട്ടിയാലും അതിന് മുറിവൊന്നും വെക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ലൈവ് പ്ലാന്റ്സ് വെക്കുന്നതാണെന്ന്. ഇവിടെ അക്വേറിയത്തിലിടുന്ന ഫിൽറ്ററുകളാണ്, പലതരത്തിലുള്ള ഫിൽറ്ററുകൾ ഇവിടെ കാണാം. ഈ നമ്മൾ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യുമ്പം മീനിനെയൊക്കെ പിടിക്കാനുള്ള അക്വാ നെറ്റുകൾ. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഈ ഫിഷ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ ഓരെണ്ണം കാണുന്നു. ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി ഇത്രയും ഫിഷ് ഫുഡുകൾ ഉണ്ടെന്നുള്ള കാര്യം. കണ്ടോ, ഈ ഒരു അക്വേറിയം കണ്ടോ, 159 പൗണ്ട്. ആ ഒരു ക്യാബിനറ്റ് അടക്കമാണ് അത് വരുന്നത്. ഇത് 79 പൗണ്ട്. ഇതിൻ്റെയൊക്കെ വില കണ്ടോ. MI ടാങ്ക് ഇത് 49 പൗണ്ട്, 30 ലിറ്ററിൻ്റെ. ഈ ഇരിക്കുന്നതൊക്കെ അക്വേറിയം ടാങ്കുകളാണ് കേട്ടോ. പല തരത്തിൽ, പല വലുപ്പത്തിൽ. പിന്നെ ഈ ഷോപ്പിൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതിൻ്റെ എന്നാ പറയുക, പ്രോപ്പർ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെ വളർത്താം, നമുക്കൊരു എത്ര മീനിനെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഇത്ര ലിറ്ററിൻ്റെ അതിനകത്ത് എത്ര എണ്ണത്തിന് വളർത്താം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. പുറത്തേക്കൊരു വഴിയുണ്ട്, ഇവിടെ നോക്കാം. ഇവിടെയും കുറേ മീനുകളെ ടാങ്കിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ ടാങ്കിൽ കിടക്കുന്ന മീനുകളെല്ലാം ഈ ഗാർഡനിലൊക്കെയുള്ള ചെറിയ കുളങ്ങളുണ്ടല്ലോ, ആ കുളത്തിൽ വളർത്താൻ പറ്റിയ സൈസ് മീനുകളാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വില എഴുതി വെച്ചിരിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ പേരും അതിൻ്റെ വിലയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കണ്ടോ, ആ ഇരിക്കുന്ന സാധനം കണ്ടോ, അതാണ് നമ്മളിപ്പോൾ ഗാർഡനിലൊക്കെ ഒരു പോണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് വെക്കാൻ പറ്റിയ സാധനമാണത്. ഇത് കുറേ ചെടികളാണ്.
ഈ ഗാർഡനിലെ പോണ്ടിന് വേണ്ടിയുള്ളതാണ്. ഇത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ വയലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിൽക്കുന്ന ചെറിയ ചെറിയ ചെടികളെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഒരു പക്ഷി, വേറൊരു പോണ്ടിൻ്റെ സ്ട്രക്ചർ. ഈ പോണ്ടിലൊക്കെ ഇടുന്ന സൈസ് സോയിൽസ് ആണ് കേട്ടോ അത്. പോണ്ട് ഗ്രാവൽസ്. അതുപോലെ തന്നെ പോണ്ടിലിടുന്ന ഓരോ ചെടികൾ കണ്ടോ. ഇത് കണ്ടോ, ഫൈറ്റർ ഫിഷിനെയൊക്കെ സെപ്പറേറ്റ് കൂടുകളിലിട്ടേക്കുന്നത്. എല്ലാവരും സെപ്പറേറ്റ് കൂടുകളിലാണ്. ഇല്ലേ അവർ പരസ്പരം ആക്രമിച്ചാവില്ലേ. ഇത് കുറച്ചും കൂടെ വലിയ മീനുകളാണ് അക്വേറിയത്തിലിടുന്നത്, കുറച്ചും കൂടെ വലിയ മീനുകൾ. നേരത്തെ നമ്മൾ കണ്ട് ചെറുതല്ലായിരുന്നോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെയുള്ള മീനുകളും അക്വേറിയങ്ങളും ഇൻസ്ട്രുമെൻസും എല്ലാം. അപ്പം നമുക്ക് ഏതായാലും ഒരു അക്വേറിയം കുറച്ച് മീനുകളും ഒക്കെ വാങ്ങണം. അപ്പം അവരൊരു അഡ്വൈസ് തരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അക്വേറിയം വാങ്ങിയിട്ട് അതിൻ്റെ സെറ്റപ്പും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.